കാണക്കാരി അമ്പലപ്പടി മഞ്ഞക്കാല നമ്പ്യാകുളം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റോഡിന്റെ ദുരവസ്ഥ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുയർന്നു. അധികൃതർ നിസ്സംഗത തുടർന്നാൽ ശക്തമായ ജനകീയ സമരം ഉണ്ടാകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നിരവധി കുടുംബങ്ങളുടെ ആശ്രയമായ കാണക്കാരി അമ്പലപ്പടി മഞ്ഞക്കാല നമ്പ്യാകുളം റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. പലയിടത്തും ടാറിംഗ് നാമാവശേഷമായി. വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുഷ്കരമാണ്. ഓട്ടം വിളിച്ചാൽ ഓട്ടോറിക്ഷക്കാർ പോലും ഇവിടേക്ക് വരാറില്ല. അടുത്തയിടെ ഇവിടെ ഒരു മരണമുണ്ടായപ്പോൾ മൃതദേഹം പോലും വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. കാണക്കാരി അമ്പലപ്പടി മഞ്ഞക്കാലപ്പടി കൂടി നമ്പ്യാകുളത്തിന് പോകുന്ന റോഡാണിത്. ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. വർഷങ്ങളായിട്ട് ഈ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഒരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു മരണം നടന്നു. ഒരു അറിയപ്പെടുന്നൊരു ആളാണ്, ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് റോങ്ലിൻ സാർ എന്ന് പറഞ്ഞ ആൾ മരിച്ചിട്ട് ആ ഡെഡ് ബോഡി പോലും കൊണ്ടുവരാൻ പറ്റിയാലാത്ത ഒരു വഴിയാണിത്. ഇതുപോലെ നശിച്ച് നാറാണക്കല്ല് പിടിച്ച് കിടക്കുന്ന റോഡ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ജില്ലയിൽ പോലും കാണിയില്ല. അതുപോലെ ഉള്ള റോഡാണിത്. ആ ഡെഡ് ബോഡി ഇവിടെ വെക്കാതെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടാണ് അത് പള്ളിയിലേക്ക് കൊണ്ടുപോകും മറ്റും ചെയ്തത്. ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. നൂറുകണക്കിന് വാഹനങ്ങളും അതുപോലെ സ്കൂൾ ബസ്സുകളും മറ്റ് വാഹനങ്ങളെല്ലാം പോകുന്ന ഒരു റോഡാണിത്. ആ റൂട്ടിൽ ഇതുപോലെ ഒരു അവസ്ഥ ഈ പഞ്ചായത്തിൻ്റെ ഒരു അനീതിയാണ്, അല്ലെങ്കിൽ ഒരു ഇതാണെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. തോടും റോഡും ചേരുന്ന ഭാഗത്ത് മഴക്കാലത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ റോഡിന്റെ സംരക്ഷണ ഭിത്തിയിൽ കൂടി കയറിയാണ് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇതുവഴി കടന്നു പോകുന്നത്. മഴ പെയ്യുന്ന സമയത്ത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ആക്ച്വലി നമ്മളൊരു അത്യാവശ്യപ്പെട്ട് നമ്മളൊരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാലോ, ഇപ്പോൾ ഈ ഏരിയയിലുള്ള വീടുകളിൽ ഒരുപാട് വയോജനങ്ങളുണ്ട്, ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളുണ്ടായിരുന്നു. എൻ്റെ വൈഫ് പോലും ഗർഭിണിയായിരുന്ന സമയത്ത് വൈഫിനെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകണമെങ്കിൽ പോലും വൈഫിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ കുറച്ച് ദൂരം വാഹനത്തിൽ കൊണ്ടുപോയി കാറിൽ കൊണ്ടുപോയ ശേഷം നമ്മൾ നടത്തിച്ച് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പല വിധത്തിലുള്ള നിവേദനങ്ങളും കാര്യങ്ങളും നമ്മൾ ഇവിടുത്തെ സ്ഥലത്തെ മെമ്പറിനും ഒക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ നൽകിയിട്ടുള്ളതാണ്. എല്ലാം വാഗ്ദാനങ്ങളെയും മാത്രം ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്, എല്ലായിടത്തും പോലെ. പക്ഷേ ഇതിപ്പം നമ്മൾ ജനങ്ങളെ നാട്ടുകാരൊന്ന് പ്രതിഷേധിക്കുകയല്ലാതെ ഇനിയിപ്പം ഒരു നടപടിയില്ല എന്നുള്ള ഇതിലൂടെയാണ് ഞങ്ങൾ നാട്ടുകാരെ ശക്തമായി ഒന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിരുന്നാൽ ഇതിനേക്കാൾ വളരെ ശോചനീയമായ അവസ്ഥയിൽ ഈ നടന്നു പോകാൻ പോലും സാധിക്കാത്ത രീതിയിൽ പോവുകയാണ്. ചെറിയ കുട്ടികളുണ്ട്. ചെറിയ കുട്ടികൾക്കാണെങ്കിലും സ്കൂൾ പോയിട്ട് വരുന്ന സമയത്ത് കുട്ടികൾ ഈ റോഡിൻ്റെ സൈഡ് വഴി ചെറിയ തോടുകളുണ്ട്. അപ്പോൾ തോടിനോട് ചേർന്ന് നടക്കേണ്ടി വരുന്നുണ്ട്. അതൊക്കെ വളരെ അപകടകരമായ അവസ്ഥകളിലൂടെയാണ് കുട്ടികൾ പോലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു അത്യാവശ്യത്തിന് ഇപ്പം വയോജനങ്ങൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആശുപത്രി കേസുകാരന് ഒരു ഓട്ടോയോ മറ്റോ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോകൾ വരാൻ പോലും വിമുഖത പാലിക്കുകയാണ്. കാരണം അവരെയും തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം അവർക്ക് മെയിൻ്റനൻസിന് കോസ്റ്റ് കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരാനായിട്ട് വിമുഖത കാണിക്കുകയാണ്. അപ്പം വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതർക്ക് പലതവണ നിവേദനങ്ങൾ നൽകി. എന്നാൽ ഫലമൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നാമമാത്രമായ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡ് റീടാറിംഗ് നടത്താൻ കഴിയില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ സമരം ആരംഭിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം കാണക്കാരി അമ്പലപ്പടി മഞ്ഞക്കാല റോഡിൽ ഏറ്റവും കൂടുതൽ തകർന്ന 300 മീറ്ററോളം ദൂരം ടൈൽ പാകുന്നതിന് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 7 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായും നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും വാർഡ് മെമ്പർ അറിയിച്ചു. MLA ഫണ്ടിൽ നിന്നും റോഡിനായി പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകാതെ ഫണ്ട് ലഭ്യമാക്കുമെന്നാണ് MLA അറിയിച്ചിരിക്കുന്നത്. അമ്പലപ്പടി ചാത്തമല കോളനി റോഡിനായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായും വാർഡ് മെമ്പർ അറിയിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.